بسم الله الرحمن الرحيم اقرأ باسم ربك الذي خلق خلق الإنسان من علق اقرأ وربك الأكرم الذي علم بالقلم علم الإنسان ما لم يعلم. ബഹുമാനാദരവുകൾ നിറഞ്ഞ ഉസ്താദുമാരെ, എന്റെ ശബ്ദം ശ്രവിക്കുന്ന വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, SSFന്റെ കർമ്മോത്സകരായ പ്രവർത്തകരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. 17ാമത് SSFന്റെ സംസ്ഥാന സാഹിത്യോത്സവിന്റെ ഈ അസുലഭസുന്ദര മുഹൂർത്തത്തിൽ അറിവ് മുന്നേറ്റത്തിന്റെ നാഴികക്കല്ല് എന്ന വിഷയത്തെ ആസ്പദമാക്കി അല്പം പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതിന് നാഥൻ തുണയ്ക്കട്ടെ. ആമീൻ. ഇന്നിന്റെ സമൂഹം കമ്പ്യൂട്ടറിന്റെയും ഇന്റർനെറ്റിന്റെയും അത്യുന്നതകളിലെത്തിയ ഈ വേളയിൽ വിജ്ഞാനത്തിന്റെ പ്രസക്തിയെക്കുറിച്ച് മനസ്സിലാക്കേണ്ട ഒരു വസ്തുത തന്നെയാണ്. കാരണം ഇന്ന് ലോകത്ത് നടക്കുന്ന എല്ലാ വിവരങ്ങളും മനുഷ്യന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് അവന്റെ വിരൽത്തുമ്പിലൂടെയാണ്. നമുക്കറിയാം, കഴിഞ്ഞ വർഷം നടന്ന ലോകത്തിലെ ഏറ്റവും വലിയ അണുബാധിത പരീക്ഷണം തീർന്നിട്ടില്ല. ഇന്ത്യയിലുള്ള രോഗിയെ അമേരിക്കയിലുള്ള ഡോക്ടർക്ക് പരിശോധിക്കുവാനും അദ്ദേഹത്തെ സർജറി ചെയ്യുവാനും ഉള്ള സമ്പ്രദായം ഇന്ന് ലോകത്ത് വന്നിട്ടുണ്ടെങ്കിൽ അതെല്ലാം വിജ്ഞാനത്തിന്റെ പ്രസക്തിയെ നമുക്കോട് വിളിച്ചോതുകയാണ്. ഇവിടെയാണ് വിജ്ഞാനത്തിന്റെ പ്രസക്തി നമുക്ക് മനസ്സിലായിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഹബീബുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മോട് പറയുകയുണ്ടായി, ഉതുലുബുൽ ഇൽമ വലൗ ബിസീൻ. നിങ്ങൾ ചൈനയിൽ പോയിട്ടെങ്കിലും വിജ്ഞാനം സമ്പാദിക്കുക. ഞാൻ ചോദിക്കട്ടെ, അക്കാലത്ത് ചൈനയിൽ വിജ്ഞാനം സമ്പാദിക്കുവാനുള്ള എല്ലാ മാർഗങ്ങളും ഒരുക്കങ്ങളും ഉണ്ടായതുകൊണ്ടാണോ ഹബീബ് അങ്ങനെ പറഞ്ഞത്? അല്ല, മറിച്ച് അറേബ്യൻ നാട്ടിൽ നിന്നും ചൈനയിലേക്ക് ഒരുപാട് നാടുകളും ഒരുപാട് കിലോമീറ്ററുകളും മൈലുകളും താണ്ടേണ്ടതുണ്ട്. ഈ അവന്റെ പ്രയാസയാത്രയിൽ അവൻ വിജ്ഞാനം സമ്മതിക്കട്ടെ, അല്ലെങ്കിൽ അവൻ വിജ്ഞാനം കൊയ്തെടുക്കട്ടെ എന്ന മുൻനിർത്തൽ കൊണ്ടാണ് ഹബീബുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ നമ്മോട് പറഞ്ഞത്. ലോകഗുരുമുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മോട് വിജ്ഞാനത്തിന്റെ പ്രസക്തിയെ വിളിച്ചോതുകയാണ്. ഓ മുസ്ലിം സമൂഹമേ, വിജ്ഞാനം എന്നുള്ളത് മുസ്ലിംമാരിൽ നിന്നും നഷ്ടപ്പെട്ടു പോയൊരു മുത്താണ്. അത് നിങ്ങൾ എവിടെ കണ്ടാലും അതിന് പെറുക്കിയെടുക്കണമെന്ന് വിശ്വഗുരുമുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മോട് കൽപ്പിക്കുകയാണ്. ഇവിടെയാണ് വിജ്ഞാനം നാഴികക്കല്ലായി മാറുന്നത്. ഇവിടെയാണ് വിജ്ഞാനത്തിന്റെ മുന്നേറ്റത്തിന്റെ നമുക്ക് പ്രസക്തിയെ കുറിച്ച് മനസ്സിലാകുന്നത്. തീർന്നിട്ടില്ല. ലോകഗുരുമുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായി ഹദീസ് ഗ്രന്ഥങ്ങളിൽ കാണാം, തദാരിസുൽ ഇൽമ സഅത ഖൈറു മിൻ ഇഹ്യാനിഹാ. രാത്രി മുഴുവനും തന്റെ റബ്ബിന് വേണ്ടി ഉറക്കമൊഴിഞ്ഞ് ആരാധിക്കുന്നതിനേക്കാൾ ഏറ്റവും നല്ലത് രാത്രിയിൽ ഏതെങ്കിലും ഒരു അല്പസമയം തന്റെ സൃഷ്ടാവിന്റെ പൊരുത്തം മാത്രം ആഗ്രഹിച്ചുകൊണ്ട് വിജ്ഞാനം സമ്പാദിക്കുന്നവരായി കഴിയുക എന്നതാണെന്ന് വിശ്വഗുരുമുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. ഈ സമയത്ത് നാമൊക്കെ പാടാറുള്ള ഉള്ളൂരിന്റെ വരികൾ എന്റെ മനസ്സിൽ ഉദിക്കുകയാണ്. എന്താണ് അദ്ദേഹം പാടിയത്? കൊണ്ടുപോകില്ല ചേരന്മാർ കൊടുക്കുന്നോറുമേറിടും. ഇങ്ങനെ തുടങ്ങിയ വരികളാണ് അദ്ദേഹം പാടിയത്. എന്താണ് ആ വരികളിലൂടെ അദ്ദേഹം പറഞ്ഞത്? ഒരു വിജ്ഞാനി, ആ വിജ്ഞാനി തന്റെ വിജ്ഞാനം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്നതിലൂടെ അദ്ദേഹത്തിന് യാതൊരു പോറലും സംഭവിക്കുന്നില്ല. അദ്ദേഹത്തിന്റെ വിജ്ഞാനം കൂടുകയില്ലാതെ ഒരിക്കലും കുറയുകയില്ല. ഒരു വിജ്ഞാനി മരിച്ചാൽ അദ്ദേഹത്തിന്റെ വിജ്ഞാനത്തിന്റെ പ്രസക്തി ഒരിക്കലും കുറയുകയില്ലെന്ന് കവിവരിയിലൂടെ അദ്ദേഹം നമ്മെ പാടി അറിയിക്കുകയാണ്. ഈ സമയത്ത് നമ്മുടെ ഇന്ത്യ രാജ്യം കൈയെടുക്കാൻ വന്ന പോർച്ചുഗീസുകാരെയും ബ്രിട്ടീഷുകാരെയും നമ്മുടെ നാട്ടിൽ നിന്ന് ആട്ടിയോടിക്കാൻ സഹായിച്ച വന്നരായ മർഹൂം, അതുപോലെ തന്നെ വലിയ പണ്ഡിതനുമായ തങ്ങൾ അവർ രചിച്ച തഹ്ഫത്തുൽ മുജാഹിദീൻ യോദ്ധാക്കൾക്ക് ആവേശം പകർന്നിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം വിജ്ഞാനത്തിന്റെ പ്രസക്തിയെ നമ്മോട് വിളിച്ചോതുകയാണ്. പക്ഷേ മറുഭാഗത്തോ വിജ്ഞാനം സർവ്വമേഖലയിലും കൈയടക്കിക്കൊണ്ടിരിക്കുമ്പോൾ മറ്റൊരു ഭാഗത്തോ നഷ്ടപ്പെട്ടു പോയതും അത് തന്നെയാണ്. ഇന്ന് കുണ്ടുകുഴിക്കാനും കുണ്ടുമൂടാനും തെങ്ങിൽ കയറാനും തെങ്ങിൽ നിന്ന് കീഴാനും എല്ലാ വിദ്യ ആവശ്യമായിരിക്കെ ജനങ്ങൾ ഇതിനു വേണ്ടി നട്ടോട്ടമോടുകയാണ്. കാരണം വിജ്ഞാനം കൊണ്ട് പൂക്കൾ കൊണ്ട് നിറയ്ക്കേണ്ട വിദ്യാലയങ്ങൾ ഇന്ന് കള്ളിന്റെയും പാൻമാക്കിന്റെയും പാൻമസാലകളുടെയും കേന്ദ്രമായി മാറിക്കൊണ്ടിരിക്കുന്നു എന്ന ദുഃഖസത്യം നാം എവരെയും ദുഃഖിപ്പിക്കുന്ന ഒരു വാർത്ത തന്നെയാണ്. പെൻസിലും അതുപോലെ പെണ്ണും മറ്റു ആയുധങ്ങളുമായി സ്കൂളിലേക്ക് പോകേണ്ട വിദ്യാർത്ഥികൾ ഇന്ന് വാളും കത്തിയും മറ്റു മാരക വസ്തുക്കളും
കൂടിയാണോ ഇന്ന് വിദ്യാലയങ്ങളിലേക്ക് ചെല്ലുന്നത്. അതുകൊണ്ട് തന്നെ എന്റെ ഈ രക്ഷിതാക്കളോ അവരുടെ മക്കൾക്കോ ഉന്നത നിലവാരമുള്ള രാഷ്ട്രീയത്തിനും അതുപോലെ സാമൂഹ്യത്തിനും ഒത്ത വിജ്ഞാനം നൽകിക്കൊണ്ടോ നമുക്കിടെ മുൻപായി നമുക്ക് നൽകിയ ആ വിജ്ഞാനാന്തരീക്ഷം നിലനിർത്തണമെന്ന് പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾക്ക് വിട. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.